Hello, dear ones. So, welcome back. This is another class of 7th Standard English. In this class, we are going to discuss a simple story, or we have to learn a simple story. Its name is A Snake in the Grass. Okay, so there is so many things are there in our nature, isn't it? Plants, trees, birds, insects, animals, such things. So, can I ask you a question? That is, if you find a snake in your garden or premises, what will you do? So, going to the story, let's get it out. A snake in the grass. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. നമുക്ക് അറിയാം പാഠത്തിന്റെ പേര് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. വാട്ട് യു ബൈ സ്നേക്ക്? യെസ്, സ്നേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണല്ലേ. എന്താണ് ആ ജീവിയുടെ പേര്? പാമ്പ്. അപ്പൊ ഗ്രാസോ? നമ്മൾ പുല്ല് എന്ന് പറയും അല്ലേ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാമ്പുമായി ബന്ധപ്പെട്ട ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എ സിമ്പിൾ സ്റ്റോറി, അതോടൊപ്പം നല്ല രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇറ്റ് വാസ് എ സണി ആഫ്റ്റർനൂൺ. ഒരു ഉച്ച സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാവ് വർ അറ്റ് ദ സീസ്റ്റ. ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകൾ. ബംഗ്ലാവ് ഒരു വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. അവർ അതർ സീസ്റ്റ, അവരെന്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ആഫ്റ്റർനൂൺ ആണ്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ് ഫ്രാന്റിക്കലി ആൻഡ് ഷൗട്ടഡ്. പെട്ടെന്ന് ഒരു സൈക്കിൾ യാത്രികൻ അല്ലെ, സൈക്ലിസ്റ്റ്. കേട്ടിട്ടുണ്ടോ സൈക്ലിസ്റ്റ്? ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു യു മീൻ ബൈ എ കാർ ഡ്രൈവർ? യെസ്, ഹു ഡ്രൈവ്സ് എ കാർ ഈസ് കോൾഡ് കാർ ഡ്രൈവർ. ലൈക്ക് ദാറ്റ്, സൈക്ലിസ്റ്റ് എന്താ അർത്ഥം? സൈക്കിൾ ഓടിക്കുന്ന ആൾ. ആ സൈക്ലിസ്റ്റ് എന്ത് ചെയ്തു? ആ റോഡിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പൊ അയാള് അലറിക്കൊണ്ട് പറഞ്ഞു, എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. എന്താ കോബ്ര? വടിയും ബൈ കോബ്ര. നമുക്ക് സിമ്പിൾ ആയിട്ട് പാമ്പ് എന്ന് പറയാം. ഓക്കെ, കോബ്ര മീൻസ് മൂർഖൻ പാമ്പ് അല്ലെ, നല്ല വിഷമുള്ള പാമ്പാണ് മൂർഖൻ പാമ്പ്. ദാറ്റ് ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്, അല്ല അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇറ്റ് ക്രോസ് മൈ വീൽ, എന്റെ ടയറിന്റെ അടിയിലൂടെയാണ് ആ പാമ്പ് പോയത്. ഹി പോയിന്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ് ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേർണി. അയാള് ആ പാമ്പ് പോയ വഴിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ യാത്ര തുടർന്ന് ആ റോഡിലൂടെ കടന്നുപോയി. ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹർ 4 sons. ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നത് ഒരു മദർ, ഒരു അമ്മയും, ആൻഡ് ഹർ 4 sons, 4 ആൺമക്കളുമായിരുന്നു. ദേ വർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. എന്താണ് അവര് ആ ന്യൂസ് കേട്ടപ്പോൾ? ഏത് ന്യൂസ്? പാമ്പ് വന്ന ന്യൂസ് കേട്ടപ്പോൾ ആകെ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ്, അവരാകെ പരിഭ്രാന്തരായി, പേടിയായി. സൂൺ ദി അസംബ്ലിഡ് അറ്റ് ദ ഗേറ്റ്. എന്ത് ചെയ്തു? അതിനുശേഷം അവര് ആ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നു അല്ലെ. അവര് ഉറക്കെ വിളിച്ചത് കേട്ടിട്ടാണ് അവർ അങ്ങോട്ട് വന്നത്. ദ ഓൾഡ് സെർവന്റ് ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. എന്താണ്? അവരുടെ ഓൾഡ് സെർവന്റ്, പഴയ സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാലമായിട്ട് അവിടെയുള്ള സെർവന്റ്. വാട്ട് യു മീൻ സെർവന്റ്? യെസ്, ദാറ്റ് ഈസ് വേലക്കാരൻ അല്ലെ. അവര് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്, ഒരു ഷെഡില് കിടന്നുറങ്ങിയായിരുന്നു ഉച്ച സമയത്ത്. ഹീസ് ഗോയിങ് ടു ടേക്ക് എ നാപ്പ്. ദേ ഷുക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്. അവരെന്ത് ചെയ്തു? അവര് ഉണർത്തി. എങ്ങനെ ഉണർത്തിയത്? കുലുക്കിയിട്ട് ഉണർത്തി അല്ലെ, അല്ലെങ്കിൽ അവര് ഉണരില്ല. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ അറൈവൽ ഓഫ് ദ കോബ്ര. എന്നിട്ട് എന്ത് ചെയ്തു? അവരോട് എങ്ങനെ പറഞ്ഞു? പാമ്പ്, ഒരു പാമ്പ് നമ്മുടെ പ്രിമൈസസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. There isn't any cobra here. ഇവിടെ കോബ്ര, ഇവിടെ പാമ്പൊന്നുമില്ല. He replied and tried to dismiss the matter. എന്ത് ചെയ്തു? ആ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു.
They swore at him. അവരെന്ത് ചെയ്തു? അവനിങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. And wanted him to be serious. The thing is somewhere here. ആ വസ്തു അല്ലേ? ആ വസ്തു എന്ന് പറഞ്ഞാൽ അതാണ്. The snake is somewhere here. ഇവിടെ എവിടെ ഉണ്ട്. If it's not found before the evening, we will dismiss you. ആ പാമ്പിനെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? We will dismiss you. ഞങ്ങൾ നിന്നെ പിരിച്ചുവിടും. You don't seem to be care of the garden. നീ ഇവിടെ ഗാർഡൻ നോക്കാനാണ് വന്നിട്ടുള്ളത്. എന്നിട്ടോ നിനക്ക് ഗാർഡനെ പറ്റിയിട്ട് ഒരു കാര്യവും അറിയില്ല, നീ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വീട്ടുകാര് പറഞ്ഞു. Some neighbors dropped in. കുറേ നൈബേഴ്സ്. what do you mean neighbors? അയൽക്കാര്, കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി ഈ വാർത്ത കേട്ടിട്ടോ. They looked accusingly at Dasa. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവരെല്ലാവരും ദാസ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. You are the laziest servant on the earth. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു എന്ത്? You have the laziest servant on the earth. നിങ്ങൾക്ക് കിട്ടിയത് ഒരു മടിയനായ സെർവന്റിനെയാണ്. അവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. You ought to keep the surrounding tidy. നീ എന്ത് ചെയ്യണം? ഈ സറൗണ്ടിങ്, ഈ ചുറ്റുപാടും എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. I have been asking for a grass cutter for months, Dasa said. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊരു പുല്ല് വെട്ടുന്ന ആളെ ഇവിടേക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇൻ വൺ വോയിസ്, ഒറ്റ ശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു നിർത്തി. They ordered him to manage with the available things. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാവും? കത്തി ഉണ്ടാവും അല്ലെ, പുല്ല് വെട്ടുന്ന വസ്തുക്കൾ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നീ അത് മാനേജ് ചെയ്യണം എന്ന് അവർ പറയാറുണ്ടായിരുന്നു. And learn not to make demands. Meanwhile, more neighbors assembled. കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു? കുറെ ആളുകൾ അങ്ങോട്ട് എത്തിപ്പെടാൻ തുടങ്ങി. They began discussing snake meanies and the dangers of snake bite. അവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? നമ്മള് സ്വാഭാവികമായിട്ട് എന്താണ്, കുറെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വന്നു, ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക. അവരെന്തായിരിക്കും പറയാ? യെസ്, ദാറ്റ്. അവരും പറയുന്നുണ്ടായിരുന്നു ഈ സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചാലുള്ള അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ടുള്ള ശല്യങ്ങളെ പറ്റിയിട്ട് അവരിങ്ങനെ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. They began helping the neighbor in every possible way. എന്ത് ചെയ്തു? in every possible way they began to help them. അല്ലേ? They tucked up their dhotis, seized every available knife and crowbar and began to hack the garden. അവരിൽ കിട്ടുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഗാർഡനില് പാമ്പിനെ തിരയാൻ അവര് ആ സമയം ചെലവഴിച്ചു. Creepers, bushes and lawns were laid low. എന്ത് ചെയ്തു? What do you make creepers? Yes, വള്ളികളല്ലേ, നമ്മള് ഇഴഞ്ഞു കയറുന്ന വള്ളികള്, അതുപോലെ ബുഷ്, ചെറിയ ചെറിയ കുറ്റിച്ചെടികള്, ലോൺസ്, പുല്ല്, എല്ലാം എന്ത് ചെയ്തു? അവര് വെട്ടി നിരത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, what could not be the trimmed was cut to the root. അവരെന്ത് ചെയ്തു? വേര് വരെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു, മുറിക്കാൻ തുടങ്ങി. The inner walls of the house brightened with unobstructed glare streaking in. എന്ത് ചെയ്തു? കാടൊക്കെ വെട്ടിയപ്പോ എന്ത് ചെയ്തു? നല്ല പ്രകാശം അല്ലേ? കാടെല്ലാം വെട്ടി തെളിച്ചിട്ടുണ്ട്. ആര്? ഈ നൈബേഴ്സ് പാമ്പിനെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പോ എന്ത് ചെയ്തു? നല്ല പ്രകാശം ഉള്ളിലേക്ക് കടന്നു വന്നു. When there was nothing more to be done, Dasa asked triumphantly, where is the snake? ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ദാസക്ക് ഇപ്പൊ ആശ്വാസമാണ്, പാമ്പിനെ കിട്ടിയിട്ടില്ല. അപ്പോ എന്ത് ചെയ്തു? നേരത്തെ ചീത്ത പറഞ്ഞൊക്കെ എന്ത് ചെയ്തു? പോയിട്ടുണ്ട്. അവര് പറഞ്ഞു, എവിടെയാണ് പാമ്പ്? Where is the snake? Then an old beggar began to come and aims at the gate. എന്ത് ചെയ്തു? ഒരു ഓൾഡ് ബെഗർ. ഇവിടെ ബെഗർ യാചകൻ, ഇവിടെ യാചക സ്ത്രീയാണ് കേട്ടോ. അവരെന്ത് ചെയ്തു? came to aims at the gate. ഗേറ്റ് ലക്ഷ്യമാക്കി കടന്നു വന്നു. They told her that they were busy with the snake. and അവര് പറഞ്ഞു, ഞങ്ങളൊരു പാമ്പിനെ പിടിക്കുന്ന ശ്രമത്തിലാണ്. On hearing it, the old woman became happy. എന്ത് ചെയ്തു? ഓൾഡ് വുമൺ, സ്ത്രീ എന്ത് ചെയ്തു? became very happy. നല്ല സന്തോഷത്തിലായി.
യു ആർ ഫോർച്യുനേറ്റ്. നിങ്ങൾ എന്താണ്? നല്ല ഭാഗ്യമുള്ള ആളുകളാണ്, ഫോർച്യുനേറ്റ് ആണ്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. എന്നെ ദൈവം നിങ്ങളെ അടുത്തേക്ക് അയച്ചതാണ്. യു ഡോണ്ട് കിൽ ദ സ്നേക്ക്. നിങ്ങൾ എന്ത് ചെയ്യരുത്? പാമ്പിനെ കൊല്ലരുത്. മദർ വാസ് ഇൻ എ ഹേർട്ടി അഗ്രിമെന്റ്. യു ആർ റൈറ്റ്. ഐ ഫോർഗെറ്റ് ആൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ദിസ് ഈസ് എ റിമൈൻഡർ. ഞാന് അമ്പലത്തിൽ ഒരു അഭിഷേകം നേർന്നിരുന്നു, നിങ്ങളിപ്പോ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞു. ആര്? അമ്മ അല്ലെ, ആ ബംഗ്ലാവിലുള്ള ആ അമ്മ. ഷി ഗാവ് എ കോയിൻ ടു ദ ബെഗർ. അവരെന്ത് ചെയ്തു? ഒരു കോയിൻ, ഒരു നാണയം ആ ബെഗർക്ക് കൊടുത്തു. നിങ്ങളും കൊടുക്കാറുണ്ടാവും അല്ലേ? ഹു പ്രൊമിസ് ടു സെൻഡ് എ സ്നേക് ചാമർ ആസ് ഷി വെന്റ്. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം? ഒരു സ്നേക് ചാമർ. സ്നേക്ക് നമ്മൾ പഠിച്ചൂലേ? വാട്ട് യു മീൻ സ്നേക്ക്? പാമ്പ്. മലയാളം പാമ്പ് എന്നാണ്. സ്നേക് ചാർമർ എന്നോ പാമ്പ് പിടുത്തക്കാരൻ, അല്ലെങ്കിൽ നമ്മള് മലയാളത്തില് വി കോൾ ഇറ്റ് ആസ് പാമ്പാട്ടി. ഓക്കെ. ദെൻ പ്രസന്റ്ലി ആൻ ഓൾഡ് മാൻ അപ്പിയർഡ് അറ്റ് ദ ഗേറ്റ്. തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്തു? ആൻ ഓൾഡ് മാൻ, ഒരു വൃദ്ധനായ ഒരാൾ എന്ത് ചെയ്തു? അപ്പിയർഡ് അറ്റ് ദ ഗേറ്റ്. ഗേറ്റിന്റെ അടുത്ത് പ്രത്യക്ഷ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കുക. യെസ്, വി ആർ ഗോയിങ് ടു ദാറ്റ് പോയിന്റ്. ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് എ സ്നേക് ചാമർ. അവർ ഉറക്കെ പറഞ്ഞു. എന്താണ്? അനൗൺസ് ഹിംസെൽഫ്, ഞാനാണ് സ്നേക് ചാമർ. വാട്ട് യു ബൈ സ്നേക് ചാമർ? യെസ്, യു ആർ കറക്റ്റ്. നിങ്ങൾ പറഞ്ഞാണ് ശരി. സ്നേക് ചാമർ മീൻസ് പാമ്പ് പിടുത്തക്കാരൻ അല്ലേ? തീർച്ചയായിട്ടും എന്തായിരിക്കും? ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന ആൾ എന്തായിരിക്കും? സ്നേക് ചാമർ, പാമ്പ് പിടുത്തക്കാരൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങള് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണെന്ത്? പാമ്പാട്ടി എന്നാണ് പാമ്പിനെ പിടിക്കുന്ന ആൾക്ക് പറയുന്ന പേര് അല്ലേ? They gathered around him. Yes, the neighbors gathered around the snake charmer. ആ പാമ്പാട്ടിക്ക് ചുറ്റും എന്ത് ചെയ്തു? അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ നിരന്നു നിന്നു. He spoke to them of his life and activities and his power over snake. They asked admiringly, "How do you catch them?" Thus he said, pouncing upon an imaginary snake on the ground. അവരെല്ലാവരും കൂടി ചുറ്റും നിന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത്ഭുതത്തോടു കൂടി പറഞ്ഞു. ഹൗ ഡു യു ക്യാച്ച് ദം? ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവര് പാമ്പിനെ പിടിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം എന്താണ് കുറച്ചൊക്കെ പൊങ്ങച്ചം കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വായിൽ നല്ല സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അതിന്റെ ഇടയിലാണ് ഒരാൾ ചോദിച്ചത്, ഹൗ ഡു യു ക്യാച്ച് ദം? നിങ്ങൾ എങ്ങനെയാണ് പാമ്പിനെ പിടിക്കാറുള്ളത്? ദസ് ഹി സെഡ്. അപ്പൊ അവര് പറയാണ്, ഒരു നിലത്ത് കിടക്കുന്ന ഒരു വലിയ പാമ്പിനെ എങ്ങനെ പിടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. He looked helplessly and said, "If you show me the snake, I will catch at once." എന്താണ്? നിങ്ങൾ എനിക്ക് പാമ്പിനെ കാണിച്ചു തന്ന ഞാൻ എന്ത് ചെയ്യാം? I will catch it at once. ഞാൻ അതിനെ പിടിക്കാം. Otherwise, what can I do? അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. The moment you see it again, send for me. എന്താണ്? നിങ്ങൾ ഇനി ഒരു നിമിഷം കൂടി അതിനെ കാണുകയാണെങ്കിൽ, യു വാണ്ട് ടു കോൾ മീ ഓർ യു വാണ്ട് ടു കോണ്ടാക്ട് മീ, എന്നെ അറിയിക്കണം. ഐ ലിവ് നിയർ ബൈ. ഹി ഗാവ് ഹിസ് നെയിം ആൻഡ് ഡിപാർട്ട്. അവരെന്ത് ചെയ്തു? ഇനി പാമ്പിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? എന്നെ അറിയിക്കണം, ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവരവരുടെ അഡ്രസ്സ് അല്ലെ, പേരൊക്കെ എന്ത് ചെയ്തു? പറഞ്ഞ് കൊടുത്തു അല്ലേ? വലിയ പാമ്പാട്ടിയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലെ വലിയ പാമ്പ് പിടുത്തക്കാരനാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? നിങ്ങൾ എനിക്ക് പാമ്പിനെ കാണിച്ചു തരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഞാൻ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ at 5 in the evening they threw away their sticks and implements and retired to the veranda to rest. ഇപ്പൊ വൈകുന്നേരം സമയമായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. അവരെന്ത് ചെയ്തു? they threw away the stick and implements. അവർ ആ സ്റ്റിക്ക്, വടികളും അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് retired to the veranda to rest. എന്ത് ചെയ്തു? വരാന്തയിലേക്ക് കയറി. They had turned up every stone in the garden. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കല്ലും തട്ടിമറിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? they are searching for the snake. They cut down every grass blade and shrub. ചെറിയ ചെറിയ പുല്ല് അല്ലേ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടിമറിച്ചിട്ടുണ്ട്. So the tiniest insects coming to the garden would have no cover. ഇപ്പൊ ചെറിയ അവിടേക്ക് വന്നാൽ പോലും എന്തില്ല? അവിടെ റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലമില്ല.
Then they were loudly discussing various measures they would take to protect themselves against reptiles in the future. പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങിയത് ഭാവിയിൽ നമുക്ക് എങ്ങനെ പാമ്പിൽ നിന്നും അല്ലെങ്കിൽ അത്തരം ഇഴജന്തുക്കളിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നതിനെ പറ്റിയിട്ടാണ് അല്ലെ. വെൻ ദാസ അപ്പിയർഡ് ബിഫോർ ദം, ആ മുമ്പിലേക്ക് എന്ത് ചെയ്തു, ദാസ അപ്പിയർഡ് ബിഫോർ ദ നൈബേഴ്സ് carrying a water pot whose mouth was sealed with a slab of stone. അല്ലേ, ഒരു കുടവുമായിട്ട് എന്ത് ചെയ്തു, ദ സെർവന്റ് ദാസ അപ്പിയർഡ്, ദാസ പ്രത്യക്ഷപ്പെട്ടു. സോ വാട്ട് വിൽ ബി ദ ഇൻ ദ പോട്ട്? സോ ഗോയിങ് ടു ദാറ്റ്, he put the pot down and said, I caught him in this. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാമ്പിനെ ഇതിൽ അടച്ചിട്ടുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ അവൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു, അല്ലേ, തല ഉയർത്തി ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ. ഞാന് ആദ്യം കണ്ടു, അല്ലേ, അവൻ കാണുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, അവനെ കണ്ടു. He explained at the length of the strategy he had employed to catch and seal the snake in the pot. അവനിങ്ങനെ പറഞ്ഞു, അല്ലേ, എങ്ങനെയാണ് ആ പാമ്പിനെ പിടിച്ചതെന്നും എങ്ങനെയാണ് അതിൽ അടച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. They stood at a safe distance. അവരെന്ത് ചെയ്തു, the neighbors stood at a safe distance. കുറച്ച് ദൂരെ മാറിയാണ് നിന്നത്. And gazed on the pot. കുടത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. എന്ത് ചെയ്തു, ദാസയുടെ മുഖത്ത് കണ്ട എന്താ, നല്ല സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ, വാട്ട് മൈ ചാമ്പ്യൻ, അതെ, ഒരു വിജയിയുടെ ഒരു മുഖഭാവമായിരുന്നു, അല്ലേ. ഡോണ്ട് കാൾ മീ ആൻ ഇഡ്ലർ ഹിയറാഫ്റ്റർ, ഹി സെഡ്. മദർ complimented him on his sharpness and wished she had placed some milk in the pot as sort of religious duty. പിന്നീട് എന്ത് ചെയ്തു, അമ്മ അവനെ പുകഴ്ത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. He picked up the pot cautiously. എന്ത് ചെയ്തു, അവൻ ആ പോട്ട്, ആ കുടം എന്ത് ചെയ്തു, ശ്രദ്ധയോടുകൂടി കയ്യിലെടുത്തു. And walked off saying that he would leave the pot and its contents with a snake charmer. അവനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങൾ ഈ പാമ്പിനെ ഞാൻ എന്ത് ചെയ്യും, ആ സ്നേക് ചാമർക്ക് കൊടുക്കും. ഹു ഇസ് ലിവിംഗ് നിയർ ബൈ, എന്താണ്, ഇവിടെ അടുത്ത് താമസിക്കുന്ന. He became hero of the day. They watched him in a great admiration. നല്ല ആരാധനയോട് കൂടിയിട്ടാണ് എല്ലാവരും അവനെ നോക്കിയത്. He became a hero. അവൻ ആണ് ഇന്നത്തെ വിജയി. ഓക്കെ. And decided to reward him adequately. പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മള് ഒരു പ്രതിഫലം അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. It was 5 minutes since Dasa had gone when the youngest son cried. എന്താ, ദാസ പോയി കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റിനുള്ളിൽ ആ ഒരു വീട്ടിലെ ചെറിയ കുട്ടി കരഞ്ഞു. സീത, അങ്ങോട്ട് നോ. Out of a hole in the compound wall a big cobra has emerged. എന്താണ്, അവിടെ ഒരു വലിയ മടയിലൂടെ ഒരു പാമ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കോബ്ര, അതാണ് ആ നേരത്തെ പോയ പാമ്പ്. ഇറ്റ് ഗ്ലൈഡഡ് അലോങ് ടുവാർഡ്സ് ദ ഗേറ്റ്. എന്ത് ചെയ്തു, ഗ്ലൈഡഡ്, ഇഴഞ്ഞു നീങ്ങി എങ്ങോട്ട്, ടുവാർഡ്സ് ദ ഗേറ്റ്, ഗേറ്റിനടുത്തേക്ക്. പോസ്ഡ് ഫോർ എ മൊമെന്റ് ടു ലുക്ക് അറ്റ് ദ ഗാദറിംഗ് ഇൻ ദ വരാന്ത വിത്ത് ഹിസ് ഹുഡ് ഹാഫ് റൈസ്ഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ വരാന്തയിൽ നിൽക്കുന്ന ആളുകളെ, ദ നൈബേഴ്സിനെ എന്ത് ചെയ്തു, അവൻ തല ഉയർത്തി നോക്കി. ഇറ്റ് ക്രൗൾഡ് അണ്ടർ ദ ഗേറ്റ്. എന്ത് ചെയ്തു, ഗേറ്റിനടിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ആൻഡ് ഡിസപ്പിയേർഡ് അലോങ് എ ഡ്രൈൻ. വാട്ട് യു ഡ്രൈൻ? ഡ്രൈൻ എന്ന് പറഞ്ഞാൽ ഓവുചാൽ, അല്ലേ, ആ ഓവുചാലിലേക്ക് ആ പാമ്പ് ഇഴഞ്ഞു നീങ്ങി. When they recovered from the shock, അവർ ആ ഷോക്കിൽ നിന്നും പെട്ടെന്ന് മാറിയപ്പോഴേക്കും, they asked, does it mean there are 2 snakes here? The college boy murmured. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, അതിനർത്ഥം ഇവിടെ 2 പാമ്പുകൾ ഉണ്ടെന്നാണോ? I wish I had taken the risk and knocked the water pot from Dasa's hand. എന്നിട്ടോ, ഞാനൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ്, ഇതെന്റെ ശ്രമമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, knocked the water pot from Dasa's hand. ദാസയുടെ കയ്യിൽ നിന്നും ആ ഒരു കുടം, മൺകുടം എന്ത് ചെയ്തു, കയ്യിലേക്ക് എടുത്തു.
we might have known what it contained. എന്നിട്ട് പറഞ്ഞു നമുക്കറിയണം what is there in the pot. Okay, it's a story written by R.K. Narayan. Okay, he's an Indian writer. You must learn about him. So, can I ask you a question after this story? Do you like this story? So, after that, I'm giving you a work. That is, you have to record a page of the story. Okay. ആദ്യത്തെ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ യുവർ ക്ലാസ് ഗ്രൂപ്പ്. നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഐ എം ഗിവിംഗ് യു ദ സെക്കൻഡ് വർക്ക് ഷീറ്റ്. യു ഹാവ് ടു ഡു എ വർക്ക് that the major events of the story, a snake in the grass, you know the story, and are given in the worksheet in a jumbled order. And what you have to do, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓർഡർ തെറ്റിച്ചു കൊടുത്ത ആ കഥയുടെ ഭാഗങ്ങളെ എന്ത് ചെയ്യണം, ഓർഡർ ആക്കി മാറ്റണം. ദാറ്റ് ഈസ് എ സിമ്പിൾ തിങ് യു ഹാവ് ടു ഡു in the worksheet. Okay, so first thing is, a big cobra entered the compound, and giving the last thing also in the worksheet. Okay, so you have to complete the worksheet. So tada, bye bye, see you in the next class.